ഇന്നത്തെ ദിവസം ഇറാനും പ്രോക്സി ഗ്രൂപ്പ്സും നടത്തിയ ആക്രമണങ്ങൾ ഇവയാണ്. ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് റോക്കറ്റ് ആക്രമണം തുടരുകയാണ്. ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ഇറാൻ അനുകൂല സംഘടനകൾ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ വന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തടഞ്ഞതായിട്ട് ആണ് റിപ്പോർട്ടുകൾ പറയുന്നത്. UAE-യിലെ അൽ മിൻഹാദ് എയർബേസിന് നേരെ ഇന്നുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അവിടെയുള്ള ഓസ്ട്രേലിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് ഈ എയർബേസ്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് പറയുന്നത് ഇപ്രകാരമാണ്: അവരുടെ എയർബേസിന് സമീപം ഇറാന്റെ മിസൈൽ പതിച്ചതായി അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ഓസ്ട്രേലിയൻ ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ പരിക്കേറ്റിട്ടില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഈ എയർബേസിലേക്കുള്ള റോഡിൽ മിസൈൽ പതിച്ചതിനെ തുടർന്നുണ്ടായ ചെറിയ തീപിടുത്തം കാരണം സൈനികരുടെ താമസ സ്ഥലത്തിനും ഒരു മെഡിക്കൽ സെന്ററിനും ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി അദ്ദേഹം പറയുന്നു. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി യുക്രൈനും ചേർന്നിരിക്കുന്നു. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതിനായി 200-ലധികം യുക്രൈനിയൻ സൈനിക വിദഗ്ധർ ഇപ്പോൾ ഗൾഫ് മേഖലയിലുണ്ട്. യുക്രൈനിയൻ സൈനിക സംഘങ്ങളെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും ജോർഡനിലേക്കും അയച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരിക്കുന്നു. റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ വ്യാപകമായി ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. അതിനാൽ ഈ ഡ്രോണുകളുടെ പ്രവർത്തന രീതിയും അവയെ എങ്ങനെ തകർക്കാമെന്നും യുക്രൈനിയൻ വിദഗ്ധർക്ക് കൃത്യമായി ധാരണയുണ്ടെന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിടാൻ പ്രാദേശിക സൈന്യത്തെ സഹായിക്കുകയാണ് യുക്രൈൻ സംഘത്തിന്റെ ദൗത്യമെന്നും അദ്ദേഹം പറയുന്നു. റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് ലഭിച്ച അനുഭവ പരിചയം ഉപയോഗിച്ച് ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയെ പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമെന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. അലി ലാറിജാനി കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററായ അബ്ബാസ് അറാഖ്ചിയോട് ചോദിച്ചതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇപ്രകാരമാണ്: ഇറാന്റെ രാഷ്ട്രീയ ഘടന ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നതെന്നും ഒരു നേതാവ് കൊല്ലപ്പെട്ടതുകൊണ്ട് ഇറാന്റെ ഭരണ സംവിധാനം തകരുകയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സ്ഥാപനങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹം മരിച്ചാലും, ഈവൻ ഫോറിൻ മിനിസ്റ്റർ മരിച്ചു പോയാലും മറ്റൊരാൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വരും എന്നാണ് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞത്.